ഓറിയൻറ്റഡ് ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ആദ്യം തന്നെ നമുക്കൊരു ഇൻസിഡൻസ് മാട്രിക്സ് ഉണ്ടാകും. എന്നിട്ട് ലിങ്ക് മാട്രിക്സും ട്വിക്ക് മാട്രിക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ നിന്ന് നമുക്ക് AI ഫോം ചെയ്യണം, അല്ലെങ്കിൽ ഇൻസിഡൻസ് മാട്രിക്സ് ഫോം ചെയ്യണം. അപ്പോൾ നോക്കിയാൽ ഇതിൽ 1 2 3 4 നോഡ്സ് ഉണ്ട്. 1 2 3 4 നോഡ്സും 6 ബ്രാഞ്ചസും ഉണ്ട്. 1 4 5 6 ബ്രാഞ്ചസും ഉണ്ട്. നമുക്ക് ഇൻസിഡൻസ് മാട്രിക്സ് ഉണ്ടാക്കാം. നോക്കാം. ഫസ്റ്റ് നോഡിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ളത് 1 2 and 6 എന്നുള്ള ബ്രാഞ്ചസ് ആണ്. അതിൽ 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബ്രാഞ്ച് ഔട്ട് ഗോയിങ് ആണ്, അപ്പോൾ +1. സെക്കൻഡ് ബ്രാഞ്ച് ഔട്ട് ഗോയിങ് ആണ്, +1. സിക്സ്ത് ബ്രാഞ്ചും ഔട്ട് ഗോയിങ് ആണ്, +1. ബാക്കിയെല്ലാം 0. ഇനി സെക്കൻഡ് നോഡ് നോക്കാം. സെക്കൻഡ് നോഡിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ളത് 2 4 and 3 എന്നുള്ള ബ്രാഞ്ചസ് ആണ്. 2 അതിലേക്ക് ഇൻകമിങ് ആണ്, 4ഉം ഇൻകമിങ് ആണ്, 3 ഔട്ട് ഗോയിങ് ആണ്, ബാക്കിയെല്ലാം 0. തേർഡ് നോഡ് നോക്കാം. തേർഡ് നോഡിലേക്ക് 4 5 6 എന്നുള്ള ബ്രാഞ്ചസ് ആണ് അല്ലേ. അപ്പോൾ 1 2 3 ഒക്കെ 0 ആണ്. 4 5 6ൽ 4 ഔട്ട് ഗോയിങ് ആണ്, 5 ഔട്ട് ഗോയിങ് ആണ്, 6 മാത്രം ഇൻകമിങ് ആണ്. ഫോർത്ത് നോഡ് നോക്കാം. 1 3 5 ഉള്ളൂ. 1 ഫസ്റ്റ് ബ്രാഞ്ചിലേക്ക് ഇൻകമിങ് ആണ്, അപ്പോൾ -1. തേർഡ് ബ്രാഞ്ചും ഇൻകമിങ് ആണ്, ഫിഫ്ത്ത് ബ്രാഞ്ചും ഇൻകമിങ് ആണ്. ബാക്കിയുള്ളതെല്ലാം കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് 0. അപ്പോൾ നമ്മളെല്ലാം വരച്ചു. ഇനി സപ്പോസ് ഈ എഴുതിയ ഇൻസിഡൻസ് മാട്രിക്സ് കറക്റ്റ് ആണെന്ന് പറയാൻ എന്ത് ചെയ്ത് നോക്കാം. ഓരോ കോളം ആഡ് ചെയ്ത് നോക്കുമ്പോൾ 0 കിട്ടുന്നത് നോക്കി ഇൻഡിവിജ്വലി ആഡ് ചെയ്യുമ്പോൾ 1 -1 0 1 -1 0 1 -1 0 -1 +1 0 1 -1 0 1 -1 0. ഓക്കെ ആയിട്ട് ഇനി ഈ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മാട്രിക്സ് നമുക്ക് റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മാട്രിക്സ് ഫോം ചെയ്യാം. അപ്പോൾ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മാട്രിക്സ് പറഞ്ഞാൽ എപ്പോഴും ലാസ്റ്റ് റോ തന്നെ എലിമിനേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് റോ വേണമെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത് തേർഡ് റോ ആണെന്ന് വിചാരിക്കാം. ഞാൻ തേർഡ് റോ എലിമിനേറ്റ് ചെയ്യും. ഇതാണ് ഇപ്പം എൻ്റെ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മാട്രിക്സ് A. ഇനി ഈ ഗ്രാഫിൻ്റെ ഒരു ട്രീ കൺസിഡർ ചെയ്യാം. നമുക്ക് ട്രീ വരയ്ക്കാൻ പറയുമ്പോൾ എങ്ങനെ വേണം വരയ്ക്കാമല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗ്രാഫിന് ഒന്നിൽ കൂടുതൽ പോസിബിൾ ട്രീസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ട്രീ കൺസിഡർ ചെയ്യുന്നു. നിങ്ങൾക്ക് വേറെ ഏത് ട്രീ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. ഓരോരുത്തരും ട്രീ കൺസിഡർ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ട്വിക്സ് ആൻഡ് ലിങ്ക്സ് മാറും. അപ്പോൾ ഞാൻ ഇതാണ് ഒരു ട്രീ ആയിട്ട് പോസിബിൾ ട്രീ ആയിട്ട് എടുത്തിരിക്കുന്നത് ഈ ഗ്രാഫിൻ്റെ അല്ലേ. ട്രീ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എത്ര നമ്പർ ഓഫ് നോട്ട്സ് ഗ്രാഫിനുണ്ടോ അത്രയും നമ്പർ ഓഫ് നോട്ട്സ് ട്രീക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ 4 നോട്ട്സ് ആണ്. സോ 4 നോട്ട്സ് ട്രീയിലുണ്ട്. പിന്നെ ക്ലോസ്ഡ് പാത്തുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ക്ലോസ്ഡ് പാത്തൊന്നുമില്ല, എന്നാൽ എല്ലാ നോട്ട്സും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതായത് എല്ലാ നോട്ട്സിലേക്കും അറ്റ്ലീസ്റ്റ് 1 കണക്ഷനെങ്കിലും വന്നിട്ടുണ്ട്. പിന്നെ എത്രയാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതൊരു ട്രീ വെർഷൻ. ഇനി ഈ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മാട്രിക്സ് ട്വിക്സ് ആൻഡ് ലിങ്ക് മാട്രിക്സ് ഒക്കെ തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. പിന്നെ ഇതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള ട്വിക്സ് ഏതൊക്കെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ ട്വിക്സ് എന്ന് പറയുന്നത് ഇത് ഏതൊക്കെയാണ് ബ്രാഞ്ചസ് നോക്കിക്കാൻ 1 and 2 കണക്റ്റ് ആയിട്ടുള്ളത് സെക്കൻഡ് ബ്രാഞ്ച്, ഇത് ഫോർത്ത് ബ്രാഞ്ച് അല്ലേ. നമ്മുടെ ഗ്രാഫിൽ നോക്കുക. പിന്നെ 2ഉം 4ഉം തമ്മിൽ കണക്റ്റ് ആയിട്ടുള്ളത് തേർഡ് ബ്രാഞ്ച്. ഇതാണ്. ഇനി ഒരു ട്രീയിലെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ ട്വിക്സ് എന്ന് വിളിക്കുക. ഇതിലെ ബ്രാഞ്ചസ് ഏതൊക്കെയാണ് 2 3 and 4. അതാണ് നമ്മൾ ട്വിക്സ്. അപ്പോൾ ലിങ്ക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും. നമ്മളിപ്പോൾ റിമൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരെ ആണ് നമ്മൾ ലിങ്ക്സ് എന്ന് പറയും. ഇതിൽ ഏതൊക്കെ ബ്രാഞ്ചസ് ഒക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടുള്ളത് 1 5 and 6 അല്ലേ. ഗ്രാഫും ട്രീയും നമ്മൾ കമ്പയർ ചെയ്യാം. അപ്പോൾ 2 3 4 ഇവിടെ ഉണ്ട്. ഇല്ലാത്ത 3 അതായത് 1 5 6 ആണ് ഇതിൻ്റെ ലിങ്ക്സ് വേണ്ടി. ഇനി നമുക്ക് ട്വിക്ക് മാട്രിക്സും ലിങ്ക് മാട്രിക്സും നോക്കാം. ട്വിക്ക് മാട്രിക്സിനെ നമ്മൾ AT എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ട്വിക്ക് ആയതുകൊണ്ട് എൻ്റെ ഷോർട്ട് ഫോം AT. ട്വിക്ക് മാട്രിക്സ് ഉണ്ടാക്കുമ്പോൾ ഏതൊക്കെ ട്വിക്സ് എന്ന് പറഞ്ഞാൽ 2 3 4. അപ്പോൾ ആ 2 3 4 എന്നുള്ള ബ്രാഞ്ചസിനുള്ള കറസ്പോണ്ടിങ് 1 2 4 എന്നുള്ള നോട്ട്സിലുണ്ട്. അപ്പോൾ ഈ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മാട്രിക്സിൽ നിന്നുള്ള 2 3 4 എന്നുള്ള ബ്രാഞ്ചസിന് മാത്രം കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളംസിനെ നമ്മൾ മാത്രം എടുത്ത് എഴുതണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ട്വിക്ക് മാട്രിക്സ്. അപ്പോൾ 2 3 4 എന്നുള്ള കോളംസ് നോക്കാം. ഈ 3 കോളം 2 3 4 1 0 0 -1 1 -1 0 -1 0. അപ്പോൾ
2, 3, 4 എന്നുള്ള 3 കോളംസ് ഞാൻ ഇവിടേക്ക് റീപ്ലേസ് ചെയ്തു. അതാണ് എൻ്റെ ട്വിക്ക് മാട്രിക്സ്. ഇനി അടുത്തത് ലിങ്ക് മാട്രിക്സ്. ലിങ്ക് മാട്രിക്സിനെ ഞാൻ AL എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ AL ഈക്വൽ ടു ഈ പറഞ്ഞ പോലെ ഏതൊക്കെ വരും? 1, 5, 6 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളംസ് റീപ്ലേസ് ചെയ്യും. 1, 5, 6 1, 5, 6 ഫസ്റ്റ് കോളം നമുക്ക് റീപ്ലേസ് ചെയ്യാം. 1, 0, -1. ഫിഫ്ത്ത് കോളം -1, സിക്സ്ത് കോളം 1, 0. ഇതാണ് AT, ഇതാണ് AL. സോ നമുക്ക് റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മാട്രിക്സ് A എന്ന് പറയുന്നത് എന്തായിരിക്കും? ATയുടെയും ALൻ്റെയും മ്യൂച്വൽ ആയിട്ടുള്ള കണക്ഷൻ ആയിരിക്കും അല്ലേ? ATനെയും ALനെയും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്ത് എന്തായി? 2, 3, 4 ഉണ്ട്, 1, 5, 6 ഉണ്ട്. അപ്പോൾ ഓരോ ബ്രാഞ്ച് ഓർഡറിൽ കണക്ട് ചെയ്യാം. 1, 2, 3, 4 പിന്നെ 5, 6 അത് കണക്ട് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ഈ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മാട്രിക്സിനെ കിട്ടും. അപ്പോൾ ഇതാണ് ട്വിക്സ് ആൻഡ് ലിങ്ക് മാട്രിക്സ്. അപ്പോൾ ഒരു ഗ്രാഫ് തന്ന, ഓറിയൻറ്റഡ് ഗ്രാഫ് തന്ന, അതിന് ആദ്യം തന്നെ ഇൻസിഡൻസ് മാട്രിക്സ് ഉണ്ടാക്കി അതിൻ്റെ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മാട്രിക്സ് ഉണ്ടാക്കി വയ്ക്കുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള ഒരു ട്രീ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചൂസ് ചെയ്യുന്ന ട്രീക്ക് അനുസരിച്ച് ഈ ട്വിക്സ് ആൻഡ് ലിങ്ക്സ് മാറും. അതായത് ട്വിക്സ് ചിലപ്പോൾ ലിങ്ക്സ് ആവും, ലിങ്ക്സ് ചിലപ്പോൾ ട്വിക്സ് ആവും, അല്ലെങ്കിൽ ലിങ്ക്സിൻ്റെ ഓർഡറോ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറും. 1, 5, 6 എന്നുള്ളതൊക്കെ മാറാം. അത് നമ്മൾ എടുക്കുന്ന പോസിബിൾ ട്രീക്ക് അനുസരിച്ചിരിക്കും. ഞാനെടുത്ത ട്രീ പ്രകാരം 1, 5, 6 അതിൻ്റെ ലിങ്ക്സും 2, 3, 4 ആണ് അതിൻ്റെ ട്വിക്സ്. അതായത് നമ്മൾ വരയ്ക്കുന്ന ട്രീയിലത്തെ ബോൾഡ് ലൈൻസ്, അതായത് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ബ്രാഞ്ചസ് ആണ് ട്വിക്സ്. കണക്ട് ചെയ്യാത്ത എലിമിനേറ്റ് ചെയ്തിട്ടുള്ള ബ്രാഞ്ചസിനെയാണ് നമ്മൾ ലിങ്ക്സ് എന്ന് വിളിക്കുക. അപ്പോൾ അത് വരച്ച് ATയും ALും സെപ്പറേറ്റ് ചെയ്ത് എഴുതി. അത് രണ്ടും കമ്പൈൻ ചെയ്താൽ അത് ഓർഡറിൽ തന്നെ കമ്പൈൻ ചെയ്യണം. അതാണ് ഞാൻ കൂടെ 2, 3, 4 നല്ല ഓർഡറിൽ എഴുതിയിരിക്കും. 2, 4, 3 എന്ന് എടുക്കരുത്, കറക്റ്റ് ഓർഡറിൽ എടുക്കുക. 1, 6 അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. ഇതാണ് ട്വിക്സ് ആൻഡ് ലിങ്ക്സ് മാട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ട്വിക്ക് മാട്രിക്സ് AT ഡിറ്റർമിനന്റ് നമുക്ക് കണ്ടാവും. നോക്കിക്കേ, ഇതാണ് ട്വിക്ക് മാട്രിക്സ്. ട്വിക്ക് മാട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് ട്വിക്ക് മാട്രിക്സ് ATയുടെ കണ്ടു നോക്കാം. ഫസ്റ്റ് റോ കറസ്പോണ്ടിങ് ആയിട്ടാണ് ഞാൻ ഡിറ്റർമിനന്റ് എടുക്കുന്നത്. 1 ഇൻറ്റു ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം എലിമിനേറ്റ് ചെയ്തു. 1 ഇൻറ്റു 0, 0 -1 ഇൻറ്റു -1 +2. ബാക്കി രണ്ടും സീറോസ് ആണ്. അപ്പോൾ ഡിറ്റർമിനന്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് -1 കിട്ടും. സോ ട്വിക്ക് മാട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് ഐദർ പ്ലസ് ആവാം അല്ലെങ്കിൽ മൈനസ് ആവാം. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് AT എന്ന് പറയുന്നത് +or-1 ആവാം. അപ്പോൾ നമുക്ക് -1 കിട്ടിയ ചില കേസസിൽ അത് ചിലപ്പോൾ +1 ആയിരിക്കും. അപ്പോൾ ഒന്നുകിൽ +1 അല്ലെങ്കിൽ -1. ഇനി റാങ്ക് ഓഫ് മാട്രിക്സ് A എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മാട്രിക്സ് ഈക്വൽ ടു റാങ്ക് ഓഫ് AT അല്ലേ? ATയുടെ ഡിറ്റർമിനന്റ് നമുക്ക് -1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ അതൊരു നോൺ സിംഗുലർ മാട്രിക്സ് ആണ്. രണ്ട് മാട്രിക്സ് ATയുടെയും AIയുടെയും റാങ്കുകൾ ഈക്വൽ ആയിരിക്കും. ഇവിടെ രണ്ടിൻ്റെയും റാങ്ക് എന്ന് പറയുന്നത് 3 ആണ്. ഇതാണ് അവർ തമ്മിലുള്ള റിലേഷൻസ്. ഇനി ഇതും നമ്പർ ഓഫ് ട്രീസ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് പോസിബിൾ ട്രീസ് എങ്ങനെ കണ്ടുപിടിക്കാം? Number of possible trees capital T equal to determinant of matrix A into matrix A transpose. അപ്പോൾ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മാട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ കിട്ടുന്ന റിസൾട്ടൻറ്റ് മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിനെയാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് എത്രയാണോ കിട്ടുന്നത് അത്രയും നമ്പർ ഓഫ് പോസിബിൾ ട്രീസ് ഉണ്ടായിരിക്കും ഒരു ഓറിയൻറ്റഡ് ഗ്രാഫ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം തന്നിട്ടുള്ളതിന്. അങ്ങനെയാണ് നമുക്ക്
എത്ര നമ്പർ ഓഫ് ട്രീസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം നമ്പർ ഓഫ് പോസിബിൾ ട്രീസ് എത്രയുണ്ട് ആ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ.